സമാധാനം നിങ്ങളോടുകൂടെ. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞു കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ യേശുവിന്റെ ശരീരം വെച്ചിട്ടുണ്ടെങ്കിൽ തലക്കിലും ഇതരം കാലത്തിലുമായി അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് ഈ കരയുന്നത്? അവൾ പറഞ്ഞു, എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവർ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായില്ല. യേശു അവരോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് ഈ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭു, അന്ന് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്നാൽ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എന്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട്, ഞാൻ എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും അടുത്തേക്ക് ആരോപണം ചെയ്യുന്നു എന്ന് പറയുക. ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്നും ശിഷ്യന്മാരെ അറിയിച്ചു. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ എന്ത് സന്ദേശമാണ് നിങ്ങളോട് നൽകേണ്ടതെന്ന് പ്രാർത്ഥനാപൂർവം ഞാൻ അൽഫോൻസാമയോട് തന്നെ ചോദിക്കുകയുണ്ടായി. കാരണം ഈ ദിവസങ്ങളിൽ പ്രഗത്ഭരായ നിരവധി വ്യക്തികളിൽ നിന്നും നിങ്ങളുടെ സ്വയമായ പരിശ്രമത്തിൽ നിന്നും അൽഫോൻസാമയെക്കുറിച്ചും അൽഫോൻസാമയുടെ ജീവിതത്തിൽ ഇന്നത്തെ പ്രസക്തിയെക്കുറിച്ചും ഒക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. ആദ്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്നപ്പോൾ എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന ഒരു ഓതർ പോൾ റിക്കറാണ്. ഫാല്യബിൾ മാൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാട് വളരെ പ്രധാനമാണ്. ആ കാഴ്ചപ്പാട് അനുസരിച്ചാണ് ഒരുവൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവനെ ഫീൽ ചെയ്യുന്നതും. എല്ലാ വ്യക്തികൾക്കും ഒരു കാഴ്ചപ്പാടുണ്ട്. എനിക്കും ഒരു കാഴ്ചപ്പാടുണ്ട്, നിങ്ങൾക്കും ഒരു കാഴ്ചപ്പാടുണ്ട്. ഓരോ പ്രായത്തിലും ഓരോ ജീവിതാവസ്ഥയിലും ഈ കാഴ്ചപ്പാടിന് മാറ്റങ്ങളും വരാം. ഓരോ മനുഷ്യനും എന്തായിരിക്കുന്നുവോ അത് അവൻ്റെ കഴിവനുസരിച്ചാണ്. അപ്പം ഈ കാഴ്ചപ്പാട് അൽഫോൻസാമയ്ക്ക് തീർച്ചയായിട്ടും അൽഫോൻസാമയുടെ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാട് എന്താണ് എന്ന് അറിയണമെന്ന് വരികിൽ അൽഫോൻസാമയുടെ ആ ലോകത്തിലേക്ക് നമ്മളൊന്ന് കടന്നു പോകണം. അൽഫോൻസാമ ജീവിച്ച കാലഘട്ടം നമുക്കറിയാം, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ്. മഹാരാജാക്കന്മാർ കേരളമല്ല തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയാവുന്ന ആളുകൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന കാലഘട്ടം, ജനാധിപത്യം വളരുന്ന കാലഘട്ടം, മാർക്സിസം നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന കാലഘട്ടം, സീറോ മലബാർ സഭയുടെ വികസനം പറയുകയാണ് എന്ന് വരികിൽ രൂപതകളായിട്ടില്ല, വികാരിയാത്തുകളുണ്ട്. പിന്നീട് അൽഫോൻസാമയുടെ ഏതാണ്ടൊരു 10-20 വയസ്സ് പ്രായമുള്ള സമയത്താണ് രൂപതകൾ ഉണ്ടാകുന്നതും ആ രീതിയിൽ സഭ വളരുന്നത്. അപ്പൊ സഭയുടെ വളർച്ചയുടെ കാലഘട്ടം, ജനാധിപത്യത്തിന്റെ വളർച്ചയുടെ കാലഘട്ടം, അതോടൊപ്പം തീണ്ടലും തൊടിയിലും അങ്ങനെയുള്ള അനീതികളും ബുദ്ധിമുട്ടുകളും സമൂഹത്തിൽ നടപാടുന്ന ഒരു കാലഘട്ടമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം. ആ കാലഘട്ടത്തിൽ ഒരു വ്യക്തി, ഒരു പെൺകുട്ടി കന്യകാമഠത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് അപൂർവത്തിൽ അപൂർവം തന്നെയാണ്.
ചട്ടമ്പി സ്വാമികള്, ശ്രീനാരായണ ഗുരുവ്, അങ്ങനെയുള്ള വ്യക്തികളുടെ സാമൂഹ്യ പരിഷ്കരണങ്ങൾ നാട്ടിൽ ഒത്തിരിയേറെ വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനികൾ മൈനോറിറ്റി തന്നെയാണ്. ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അൽഫോൻസാമ്മ മഠത്തിൽ പോയി എന്ന് തന്നെയല്ല, അന്ന് മഠത്തിൽ ചേരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുക്കാവുന്ന മേഖലകൾ എന്തൊക്കെയായിരുന്നു എന്ന് കൂടി നമ്മൾ ചിന്തിക്കും. ഒന്നുകിൽ ആശുപത്രി ജീവിതം, ആശുപത്രി പ്രവർത്തനം, അതല്ലെങ്കിൽ സ്കൂളിൽ, അതല്ലെങ്കിൽ ഓർഫനേജ് പോലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ. അതിൽ അൽഫോൻസാമ്മ തിരഞ്ഞെടുത്തത് വിദ്യാഭ്യാസമായി. എല്ലാ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കും, ഒത്തിരിയേറെ ആഗ്രഹങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും അൽഫോൻസാമ്മയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കണം ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന് ഉപകരിക്കുന്ന രീതിയിൽ തൻ്റെ ജീവിതം മാറ്റിവെക്കണമെന്ന് അൽഫോൻസാമ്മയ്ക്ക് തോന്നിയത്. എൻ്റെ തന്നെ ദൈവവിളിയെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയുണ്ടായി. ഞാൻ വേറെ ചിലരോടും ഈ ദൈവവിളിയെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ദൈവം നമ്മെ വിളിക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനം. നമ്മൾ തിരഞ്ഞെടുക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരഞ്ഞെടുപ്പിന് പല ഘടകങ്ങളും പല സ്വാധീനങ്ങളും ഉണ്ടെങ്കിലും എൻ്റെ പിതാവ് നടാത്ത ഒരു ചെടിയും മുന്നോട്ട് വളരില്ല എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ അൽഫോൻസാമ്മയെ ദൈവം വിളിച്ചു എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. പക്ഷെ ഈ സാഹചര്യത്തിൽ നിന്നും തൻ്റെ ജീവിതം അങ്ങനെ മാറ്റിവെക്കുവാനായിട്ട് അൽഫോൻസാമ്മയ്ക്ക് ഒരു കാഴ്ചപ്പാട് ലഭിച്ചപ്പോൾ അത് ഒരു സാധാരണ വ്യക്തി ആയിരുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത്